ഒരു ക്രിക്കറ്റ് ആരാധകനാണെങ്കിൽ ഇന്നത്തെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 ലോകകപ്പിലെ ആ ഒരു മത്സരം നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു ബിഗ് മിസ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം അത്രയ്ക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചാണ്. ഇപ്പം T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ചാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് അവർ മാച്ചസിലൊന്നാണ്. T20 വേൾഡ് കപ്പിലെ ഒരു ബെസ്റ്റ് മാച്ച് എന്ന് തന്നെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം. അത്രയ്ക്കും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. അത്രത്തോളം ഹാപ്പനിങ്സ് ഉണ്ടായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു എന്ന് പറയാൻ പറ്റും. സൗത്ത് ആഫ്രിക്ക ആദ്യം ബാറ്റ് ചെയ്ത് 187 റൺസാണ് എടുത്തത്. അവിടെ ഡിക്കോക്കിൻ്റെയും റിക്കിൾട്ടൻ്റെയും ഒക്കെ ഇന്നിങ്സാണ് അങ്ങനത്തെ ഒരു സ്കോറിലേക്ക് എത്തിക്കാനായിട്ട്, ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒരു കാരണമായതെന്ന് പറയാം. അഫ്ഗാനിസ്ഥാൻ ഈ സ്കോർ പിന്തുടർന്ന് വരുന്ന സമയത്ത് ഗുർബാസിന് 42 പന്തിൽ 84 റൺസ് എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് ഉണ്ട്. അതുപോലെ ഒമസായിയുടെ ഇന്നിങ്സും റാഷിദ് ഖാൻ അവസാന നിമിഷം ഒരു രക്ഷകനായിട്ട് വന്ന് ഫിനിഷ് ചെയ്യുന്നൊക്കെ തോന്നിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ഔട്ടായി പോയി. പിന്നെ മത്സരം കൈവിട്ട് പോയിന്ന അവസരത്തിൽ നൂർ അഹമ്മദ് വന്നിട്ട് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് ശ്രമിച്ചു. അവിടെ ലാസ്റ്റത്തെ ഓവർ മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു യഥാർത്ഥ ത്രില്ല്, കാരണം ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ ലെവലിലേക്ക് ഈ മത്സരം പോകുന്നത് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നൂർ അഹമ്മദ് ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, റബാദ എറിഞ്ഞിട്ടുള്ള ആ ഒരു ഓവർ. പക്ഷേ അത് നോ ബോൾ ആകുകയും അതൊരു ഫ്രീ ഹിറ്റ് സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അവസാന ഓവറിൽ വേണ്ടിയിരുന്ന റൺസ് നേടിയെടുക്കുന്ന സിറ്റുവേഷൻ വരും. പിന്നീട് ഒരു ഫ്രീ ഹിറ്റ് കിട്ടുകയും അവസാനം 3 പന്തിൽ 2 റൺസ് മതി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നൂർ അഹമ്മദാണ് ബാറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു പിഴവ് സംഭവിക്കുന്നത്. അതായത് 3 പന്തിൽ 2 റൺസ് മതി, അപ്പോൾ നൂർ അഹമ്മദ് ബാറ്റ് ചെയ്തു. അത് ഡബിൾ ഓടാനുള്ള ഒരു ശ്രമത്തിൽ റണ്ണൗട്ടായി പോകുന്നൊരു വിക്കറ്റ് നഷ്ടമാവുകയാണ്. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് അത് 1 റൺസ് ഓടിയെടുത്ത് ആയിരുന്നില്ല ചെയ്യേണ്ടത്. അവിടെ ഇപ്പം ഫറൂഖിയുടെ ആ ഒരു റണ്ണിങ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് അത് കുറച്ച് വീക്കായി. കാരണം അവിടെ ബാറ്റ് ചെയ്ത് നൂർ അഹമ്മദ് അപ്പുറത്ത് എത്തിയിട്ടും ഇപ്പുറത്ത് ഫറൂഖി എത്തിയില്ല. മാത്രമല്ല ഫറൂഖിക്ക് തീർച്ചയായിട്ടും അതൊരു ഡൈവ് ചെയ്തിരുന്നില്ല. കാരണം ജസ്റ്റ് മിസ്സാണ് ആ ഒരു റണ്ണൗട്ട് റബാഡ സ്റ്റമ്പിൽ കൊള്ളിക്കുന്നത്. അപ്പം അതൊരു ഡൈവ് ചെയ്ത് ഫുൾ ലെങ്ത് ഡൈവ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മത്സരം സൂപ്പർ ഓവറിലേക്കൊന്നും പോവുകയില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അവിടെ തന്നെ വിജയിക്കുന്നൊരു സാഹചര്യവും വളരെ ക്രൂഷ്യലായുള്ളൊരു പോയിന്റ്സ് നേടാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിച്ചു തന്നെ. എനിവേ സൂപ്പർ ഓവറിലേക്ക് കടക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ വന്നിട്ട് ഇപ്പോൾ അസ്മാത്താണ് ഏറ്റവും പ്രധാനമായിട്ടും ബാറ്റ് ചെയ്തപ്പോൾ ഗുർബാസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെ ഇപ്പം എൻഗിഡിയുടെ ഓവറിൽ ഒരു 17 റൺസ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ വന്നിപ്പോൾ ഫറൂഖിയാണ് അഫ്ഗാനിസ്ഥാന് വേണ്ടി ബോൾ ചെയ്യാനായിട്ട് എത്തിയത്. ബ്രവിസ് 6 അടിച്ചെങ്കിലും പിന്നീട് വിക്കറ്റ് നേടി. പിന്നെ കളി ടൈറ്റായി പോകുന്ന സിറ്റുവേഷനൊക്കെ വന്നു. ബൗണ്ടറി വന്നു 2 ബോളിൽ 7 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വന്നു. അത് ടൈറ്റ് ചെയ്ത് 1 ബോളിൽ 7 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തിച്ചു. പക്ഷേ അത് ഒരു 6 വായിച്ചു. വീണ്ടും മത്സരം ടൈ ആകുകയും സൂപ്പർ ഓവറിലേക്കൊക്കെ പോവുകയും ചെയ്തു. വീണ്ടും സ്റ്റബ്സിൻ്റെ വെടിക്കെട്ടിൽ 23 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ എടുക്കാൻ സാധിച്ചു. എന്നാൽ പിന്നെ ബാറ്റ് ചെയ്യാൻ എത്തിയത് നബിയാണ്. നബി 2 ബോളാണ് കളഞ്ഞത്. ആദ്യത്തെ ബോൾ ഡോട്ടായി പോയി, രണ്ടാമത്തെ ബോൾ വിക്കറ്റ് പോയി. പിന്നെ ഗുർബാസ് വന്നു. മത്സരം കൈവിട്ട് പോയി എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് ഗുർബാസ് വരുന്നത്. മഹാരാജാണ് പന്തെറിയുന്നത്. 3 അടുപ്പിച്ച് 6 അടിച്ച് വീണ്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് ആ ഒരു പ്രഷർ കൊടുക്കാൻ സാധിച്ചു. ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് നിന്നാണ് അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നത്. പിന്നെ മഹാരാജ് പ്രഷർ കയറി ഒരു വൈഡ് എറിഞ്ഞു. എന്നാൽ ലാസ്റ്റ് ബോൾ 6 അടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. അതാണ് പറഞ്ഞാൽ അത്രത്തെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ, അല്ലെങ്കിൽ T20 ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു അണ്ടർഡോഗ്സ് വിജയിക്കാൻ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വിജയിക്കാനാണ് നമ്മളിപ്പോൾ അണ്ടർഡോഗ്സ് എപ്പോഴും വിന്നിങ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ച് കളി കണ്ടത്. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കാണ് വിജയം. അവരുടെ എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. അപ്പം മിസ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഹൈലൈറ്റ്സ് എങ്കിലും കാണുക. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വാട്ട് എ മാച്ച്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് വിചാരിക്കും. സെനിയോ.